ലൈറ്റ്സ് ക്യാമറ ഒക്ടോബറിൽ ഒരു വിശേഷം വരുന്നുണ്ട്. മോളിവുഡിന്റെ സൂപ്പർ ഫിലിമായ ദൃശ്യം 1-ന്റെയും ദൃശ്യം 2-ന്റെയും ഗംഭീര വിജയത്തിന് ശേഷം ക്യാമറ ടേൺസ് ബാക്ക് ടു ജോർജ് കുട്ടി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച നമ്മുടെ സ്വന്തം ചിത്രമായ ദൃശ്യത്തിന്റെ 3-ാം ഭാഗമാണ് ഇപ്പം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഒരു സാധാരണ മലയോര കർഷകനായ ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന അസാധാരണ സംഭവത്തെ വളരെ ഗംഭീരമായ രീതിയിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച ദൃശ്യം 1, ദൃശ്യം 2. ഇതിൻ്റെ 1-ാം ഭാഗം തിയേറ്ററിൽ 150 ദിവസം വിജയകരമായി ഓടി. 2-ാം ഭാഗം OTT റിലീസായിരുന്നു, അതും ഗംഭീര വിജയമായിരുന്നു. അങ്ങനെ അന്ന് ദൃശ്യം 2 കണ്ട് വികാരം ഉൾക്കൊണ്ടിരുന്ന നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു ദൃശ്യം 3യും വരുന്നുണ്ടെന്ന്. അങ്ങനെ ആ ദൃശ്യം 3 കാണാൻ കാത്തിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ഫാൻസിൻ്റെ മുമ്പിലേക്ക് ഈ വിവരം പങ്കുവച്ചിരിക്കുകയാണ്. ദൃശ്യം 3 ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. ദൃശ്യം നമുക്ക് നൽകിയത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. സാധാരണയായ ഒരു മലയോര കർഷകൻ, അമിതമായ സിനിമാ ഭ്രാന്തുള്ള ഒരു വ്യക്തി, അങ്ങനെ സിനിമയും ജീവിതവും കുടുംബവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്നു കയറിയ ഒരു സംഭവത്തിനെ തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു അതിസാഹസികമായ പോരാട്ടമായിരുന്നു ദൃശ്യത്തിൽ നമ്മൾ കണ്ടത്. ആ ദൃശ്യത്തിനാണ് ഇപ്പോൾ 3-ാം ഭാഗം വരാൻ പോകുന്നത്. നമുക്കറിയാം, മലയാളികളുടെ ഉള്ളിൽ വളരെയധികം തീകോരിയിട്ട ഒരു വ്യത്യസ്തകരമായ ചിത്രമായിരുന്നു ദൃശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദൃശ്യം വീണ്ടും ഈ കോവിഡ് കാലമായിരുന്നിട്ട് പോലും OTTയിൽ വന്നപ്പം ഗംഭീര വിജയമായിരുന്നു. അതാണ് എൻ്റെ 3-ാം ഭാഗമാണ് തിയേറ്ററുകളിലേക്ക് ഇപ്പം എത്താൻ പോകുന്നത്. നമുക്ക് ഒരു മലയാളത്തിൻ്റെ സാധാരണ അല്ലെങ്കിൽ ശരാശരി പ്രേക്ഷകനെ ഒരുപാട് പിടിച്ചുലച്ച ഒരു സിനിമയും കൂടിയായിരുന്നു ദൃശ്യം. അതിനുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും വേഷം ചെയ്ത ലാലേട്ടൻ, മീന, അൻസിബ, എസ്തർ, സിദ്ദിഖ്, ആശാ ശരത്ത്, അങ്ങനെ ഒരുപാട് പേര് ഈ ചിത്രത്തിൽ അഭിനയിച്ചു. ഒരു സാധാരണ കുടുംബവും ഒരു പോലീസുകാരനുമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ നമ്മളെ കലാഭവൻ ഷാജോൺ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മളെ വെറുക്കപ്പെട്ട ക്യാരക്ടറുകളിൽ ഒരു പോലീസ് വേഷങ്ങളിൽ ഒന്നായിരുന്നു ഈ ജിത്തു ജോസഫ് ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് നമ്മൾ ആ വെറുപ്പിച്ച ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ദൃശ്യം 2-ലും നമുക്കതിൻ്റെ ഒരു പരിപൂർണത കിട്ടിയില്ല. അതാണ് ദൃശ്യം 3-ൽ ഈ ദൃശ്യം 3-ൽ നമുക്ക് കൊണ്ടുതരാൻ പോകുന്നത്. അങ്ങനെ 2 ചിത്രങ്ങളുടെ ഗംഭീരമായ വിജയത്തിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന 3-ാമത്തെ ചിത്രം ദൃശ്യം 3, ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലന്റ്.